CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായി എം രാജഗോപാലൻ MLA തെരഞ്ഞെടുത്തു. ജില്ലാ കമ്മിറ്റിയിൽ 9 പേർ പുതുമുഖങ്ങൾ. MV ബാലകൃഷ്ണൻ ഉൾപ്പെടെ 7 പേരെ ഒഴിവാക്കി. 5 പേർ വനിതകളാണ്. പുതിയ കമ്മിറ്റിയിൽ 4 ഏരിയ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തി. പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗം സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് EP ജയരാജൻ്റെ അധ്യക്ഷതയിൽ ചേർന്നു. സഖാവ് രാജഗോപാലിനെ ഐകകണ്ഠ്യേന ജില്ലാ സെക്രട്ടറിയായിട്ട് തെരഞ്ഞെടുത്ത് വിവരം കൂടി അറിയിക്കുകയാണ്. വൈകുന്നേരം 4 മണിക്ക് പൊതുസമ്മേളനം മറ്റു കാര്യങ്ങൾ നടക്കുന്നതോടുകൂടിയാണ് സമ്മേളനം പൂർത്തീകരിക്കുന്നത്. ആമുഖമായി ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പുതിയ ജില്ലാ കമ്മിറ്റിയെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും പുതിയ ജില്ലാ സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പുതിയ ജില്ലാ കമ്മിറ്റിയിൽ 36 അംഗങ്ങളാണ് ഉണ്ടാവേണ്ടത്. ആ 36 അംഗങ്ങളിൽ പഴയവരെന്നെ വെച്ച് ഒരു ജില്ലാ കമ്മിറ്റിക്ക് പോകാൻ സാധ്യമല്ല എന്ന് നിങ്ങൾക്കറിയാം. ഇവരെല്ലാം കഴിവുള്ളവർ തന്നെയാണ്. ദീർഘമേറിയ വർഷക്കാലം ഈ ജില്ലയിൽ വിവിധ തലങ്ങളിൽ സെക്രട്ടറിമാരായിട്ടും കമ്മിറ്റി മെമ്പർമാരായിട്ടും പ്രവർത്തിച്ച സഖാക്കളാണ്. അതിൽ പ്രധാനമായി 9 സഖാക്കളെയാണ് നിലവിലുള്ള ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഇത്തവണ ഒഴിവാക്കിയത്. പുതിയതായി ഈ 36 അംഗ ജില്ലാ കമ്മിറ്റിയിൽ പഴയ സഖാക്കളെ കൂടാതെ നമുക്കതിൻ്റെ ലിസ്റ്റൊക്കെ വേണമെങ്കിലും എടുത്തു തരാൻ ഞാൻ പറയാം. നിലവിലുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ നിന്ന് 9 പേരെ ഒഴിവാക്കി. പുതിയതായി മാധവൻ മണിയറ, രജീഷ് വെള്ളാട്ട്, ഷാലു മാത്യു ഇവരെല്ലാം ഏരിയ സെക്രട്ടറിമാരും DYFIയുടെ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരുമാണ് പറഞ്ഞത്. PC സുബൈദ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നതാണ്. A മാധവൻ കാരെടുക്ക AC സെക്രട്ടറിയാണ്. EP മുഹമ്മദ് റാഫി നീലേശ്വരം മധുമുതിയക്കാൽ ഉദുമ ഏരിയ സെക്രട്ടറിയാണ്. ഓമന ലാഭഞ്ചന്ദ്രൻ ബേടകത്താണ്. CA സുബൈർ കുമ്പള AC സെക്രട്ടറി. ഇങ്ങനെയുള്ള 9 പേരെയാണ് പുതിയതായി നിലവിലുള്ള ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ 36 അംഗ ജില്ലാ കമ്മിറ്റിയുടെ പാനൽ ഐകകണ്ഠ്യേന സമ്മേളനം അംഗീകരിക്കുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സമ്മേളന പ്രതിനിധികളായിട്ട് വേണ്ടത് 19 അംഗങ്ങളാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന തൊട്ട് ഉപരി സമ്മേളനങ്ങളിൽ പങ്കെടുക്കേണ്ട പ്രതിനിധികളെ നിശ്ചയിക്കുമ്പോൾ വർഗ ബഹുജന സംഘടനകളുടെ സംസ്ഥാന ജില്ലാ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന സഖാക്കളെ ഉൾപ്പെടുത്തണം എന്നുള്ള പൊതു മാനദണ്ഡമുണ്ട്. ആ വനിതകൾ ഉണ്ടാകണം എന്നുള്ള മാനദണ്ഡമുണ്ട്. ആ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ 4 വനിതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സമ്മേളന പ്രതിനിധികളുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ മാനദണ്ഡമനുസരിച്ചാണ് 19 അംഗ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൻ്റെ ലിസ്റ്റും വിശദമായിട്ട് നിങ്ങൾക്ക് നൽകാവുന്നു. ഇതിൻ്റെ പ്രത്യേകിച്ച് P ജനാർദ്ദനൻ, രാജഗോപാലൻ, KV കുഞ്ഞിരാമൻ, VK രാജൻ, സാബു എബ്രഹാം, KR ജയാനന്ദ, PV രമേശൻ, C രാമചന്ദ്രൻ, M രാജൻ, രജീഷ് വെള്ളാട്ട്, ഒക്ലാവ് കൃഷ്ണൻ, K രാജമോഹനൻ, TMA കരീം, മാധവൻ കാറെടുക്ക, CA സുബൈർ, കുഞ്ഞിക്കണ്ണൻ തൃക്കരിപ്പൂര്, G പത്മാവതി, M സുമതി, പ്രവിശ്യ പ്രമോദ് ബാലസംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ അനുജത്തിയാണ്. ഇത്രയും സഹാക്കളെയാണ് പ്രതിനിധികളായി തിരഞ്ഞെടുത്തത്. പാർട്ടിയുടെ സംഘടനാപരമായ കരുത്തും ഉയർന്ന രാഷ്ട്രീയ ബോധവും പ്രതിഫലിപ്പിക്കത്തക്ക രീതിയിലേക്കുള്ള സമ്പന്നമായ ചർച്ചയായിരുന്നു ഈ ജില്ലാ സമ്മേളനത്തിൽ നടന്നത്. വളരെ ചിട്ടയോടുകൂടി നടത്തിയ സമ്മേളനം എന്നുള്ള നിലക്ക് അതിൻ്റെ എല്ലാ ഗാംഭീര്യവും ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സമ്മേളനത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള റാലി ഇന്ന് വൈകിട്ട് നടക്കുകയാണ്. വളരെ വിപുലമായ വർദ്ധിത ജനപങ്കാളിത്തം റാലിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ ജില്ലയിൽ തെക്കൻ മേഖലകളിൽ സുശക്തമായ ഇടത് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളുണ്ട്. വടക്കൻ മേഖലയിൽ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനം സജീവമായി പ്രവർത്തിക്കുന്നത്. ഇതര ജില്ലകളെ അപേക്ഷിച്ച് നമ്മുടെ ജില്ലക്കേറെ വ്യത്യസ്തതകളും സവിശേഷതകളുമുണ്ട്. 7ഓളം ഭാഷകൾ സംസാരിക്കുന്ന ജില്ലയാണ്. അപ്പോൾ വരുന്ന നാളുകളിൽ
എല്ലാ മേഖലയിലും എല്ലാ പ്രദേശങ്ങളിലും പാർട്ടിയെ മുന്നോട്ട് നയിക്കാനും ബഹുജനങ്ങൾക്കിടയിലെ വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനം ശക്തിപ്പെടുത്താനും പ്രാപ്തരായ നൂറുകണക്കിന് കേഡർമാരുണ്ടായാൽ മാത്രമേ നമുക്കിനിയും തെക്കൻ മേഖലകളിൽ ഉള്ളതുപോലെ തന്നെ വടക്കൻ മേഖലകളിലും ഏറ്റവും പ്രധാനപ്പെട്ട സുശക്തമായ പ്രസ്ഥാനമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPIM മാറാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ അതിനെല്ലാം സഹായകരമായ 33ഓളം ഭാവി പരിപാടികൾ ഈ സമ്മേളനം ചർച്ച ചെയ്ത് അംഗീകരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ദൈനംദിന വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ജില്ലയുടെ പിന്നോക്കാവസ്ഥയുടെ വിഷയം ഉയർത്തപ്പെട്ടിട്ടുണ്ട്. വിവിധ മേഖലകളിൽ നമ്മുടെ സാധ്യതകളും പരിമിതികളും കണ്ടെത്തി ജില്ലയുടെ വികസന പ്രവർത്തനങ്ങളായാലും മറ്റു കാര്യങ്ങളായാലും ഏറ്റവും സജീവമായി ഇടപെടുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് CPIM വരും നാളുകളിലും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇത്തരം ഭാവി പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നിർണായകമായ സഹായവും പിന്തുണയും പിൻബലവും എല്ലാം വേണ്ടത് മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നാണ്. ആ സഹായവും സഹകരണവും പിന്തുണയും പിൻബലവും എല്ലാം പ്രതീക്ഷിക്കുക.